താരസംഘടനയായ അമ്മയിലെ തർക്കത്തിൽ വിശദീകരണവുമായി നടി നീന കുറുപ്പ്. ഇപ്പോൾ ലക്ഷ്മിപ്രിയ എല്ലാം നിഷേധിക്കുകയാണ്. ലക്ഷ്മിപ്രിയ അനുവദിക്കുകയാണെങ്കിൽ ആ വോയിസ് ക്ലിപ്പ് താൻ തന്നെ പുറത്തുവിടാമെന്നും നീന കുറുപ്പ് പറയുന്നു. കുടുംബമേളയ്ക്കിടെ തന്നെ കയ്യേറ്റം ചെയ്തുവെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞു എന്നുമാണ് ടിനി ടോമിനെതിരെ റീന കുറുപ്പിന്റെ പരാതി. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും ടിനി മറ്റ് പലരോടും ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെന്നും നീന പറഞ്ഞു. ടിനി ടോമിനെതിരെ നടപടിയെടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. കുടുംബസംഗമത്തിന് പിറ്റേന്ന് ലക്ഷ്മിപ്രിയ തന്നെക്കുറിച്ച് മോശമായി ഗ്രൂപ്പിൽ പറഞ്ഞെന്ന് നീന കുറുപ്പ് പറയുന്നു. അത് ആ ഗ്രൂപ്പിൽ നിന്നും ചോർന്നു. ആ സംഭവത്തിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയ പിന്നീട് തന്നോട് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് സ്വീകരിക്കാൻ താൻ തയ്യാറല്ല. 39 വർഷമായി സിനിമാ മേഖലയിൽ നിൽക്കുന്നു. ഇന്ന് വരെ മോശമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ആളുകൾ മോശം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടില്ല. പുതിയ ഭരണസമിതി വന്നതു മുതൽ യോഗങ്ങളിൽ ലക്ഷ്മിപ്രിയ തന്നെ അറ്റാക്ക് ചെയ്യാറുണ്ടായിരുന്നുവെന്നും നീന കുറുപ്പ് ശബ്ദമിടറിക്കൊണ്ട് പറഞ്ഞു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഒന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അറിയേണ്ടത് പ്രസിഡന്റ് ചുമതലയാണെന്ന് നീന കുറുപ്പ് പറഞ്ഞു. ശ്വേതയ്ക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നതായി തോന്നിയിട്ടില്ല. അമ്മയിലെ ആഭ്യന്തര കാര്യങ്ങൾ കൂടുതൽ പുറത്തു പറയാൻ കഴിയില്ല. അമ്മയിലെ പ്രശ്നക്കാരെ മാറ്റി ഈ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതിന് പറ്റില്ലെങ്കിൽ ഈ കമ്മിറ്റി പിരിച്ചുവിടുന്നതായിരിക്കും നല്ലതെന്ന് നീന കുറുപ്പ് പറഞ്ഞു. അതേസമയം അമ്മ നേതൃത്വം മാറണമെന്ന് നടി മാലാ പാർവതി താനടക്കം മുൻകൈയെടുത്താണ് വനിതാ നേതൃത്വം വരണം എന്ന് പറഞ്ഞത്. ഇങ്ങനെ നാണക്കേടാകും എന്ന് കരുതിയില്ലെന്നും മാലാ പാർവതി പറഞ്ഞു. എല്ലാത്തിനും മാപ്പ് ചോദിക്കുകയാണ്. ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും രണ്ടു വഴിക്കാണ് പോകുന്നതെന്നും അവർ പറഞ്ഞു. ടിനി ടോമിനെതിരെയുള്ള നടി അൻസിബയുടെ പരാതി ഗൗരവമുള്ളതാണ്. ആ കുട്ടി നേരത്തെ തന്നെ താൻ നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരുന്നുവെന്നും മാലാ പാർവതി വ്യക്തമാക്കി.